വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടച്ച് പെൻ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ഒഴിവാക്കിയ ഒരു പേനയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേന വേണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബഡാണ്. നെക്സ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ളൊരു വയറിൻ്റെ ഒരു കഷ്ണമാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ആദ്യമായി നമ്മൾ ആ ഒരു വയറിൻ്റെ ഉള്ളിലായിട്ടുള്ള ചെമ്പ് കമ്പി വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പേനയുടെ ബാക്ക് ഭാഗത്തെ ടോപ്പ് ഒന്ന് ഒഴിവാക്കിയ ശേഷം ആ ഒരു ചെമ്പ് കമ്പി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആയിട്ട് നല്ല രീതിയിൽ ഉറപ്പിക്കണം. ഇതിവിടെ വെച്ച ശേഷം നമുക്ക് ആ ഒരു ടോപ്പ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അത് നന്നായി ഫിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ അതവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ആ ഒരു ചെമ്പികുമ്പിയുടെ ഭാഗം നമുക്ക് ഇത്തരത്തിൽ മുൻപോട്ട് ഇങ്ങനെ വളച്ച് കൊണ്ടുപോകാം. അപ്പോൾ ഇത്തരത്തിൽ കൊണ്ടുപോയി ഈ ഒരു ഭാഗം എത്തുമ്പോൾ അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു ബഡ് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്ത് ഇതുപോലെ ആക്കിയ ശേഷം നമുക്ക് ഈ ഒരു പേനയുടെ മുൻവശത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിവിടെ ഉറക്കുന്നില്ലെങ്കിൽ നമുക്ക് സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് ഈ ഒരു കമ്പിയുടെ മറ്റേ ഭാഗം ഈ ഒരു ബഡിലായിട്ട് കണക്ട് ചെയ്യാം. ഇനി കുറച്ചായിട്ട് ഈ ഒരു ബഡ് നനച്ചു കൊടുക്കാം. നനച്ചു കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു ചെമ്പ് കമ്പി യൂസ് ചെയ്യണം. ചെമ്പ് കമ്പി നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം നമ്മളെ കയ്യിലുള്ള ഇലക്ട്രിക് ചാർജസ് ഈ ഒരു ടച്ചിലേക്ക് വരാനാണ്. അങ്ങനെയാണ് നമ്മുടെ ടച്ചിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ് കിട്ടാനാണ് നമ്മുടെ ഇവിടെ ചെമ്പ് കമ്പി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മെറ്റൽ പെന്നാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. നേരിട്ട് നമ്മളൊരു ബഡ് കണക്ട് ചെയ്ത് അതിൽ ഇത്തരത്തിലാക്കി എടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, നമ്മൾ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് പെന്ന് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സ്മാർട്ട് പെന്നുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അതുപോലെ പിക്ചറുകൾക്ക് കളർ ചെയ്യാൻ ഇത്തരത്തിലൊക്കെ നല്ല രീതിയിൽ നമുക്കിത് ഉപകാരപ്പെടും. നമ്മുടെ വീട്ടിൽ തന്നെ വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിൽ സ്മാർട്ട് പെൻ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും. അതുപോലെ തന്നെ വീഡിയോസ് ട്രിം ചെയ്യാൻ, അതുപോലെ തന്നെ ക്രോപ്പ് ചെയ്യാൻ, സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് പെൻ ഉപയോഗിച്ച് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ സാധിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ നല്ല രീതിയിൽ ബ്രഷ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.